1 പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കുന്നു. വാ, ദോഷത്തിന് ദോഷവും. ആരെങ്കിലും ദോഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ദോഷം ചെയ്യാൻ വേണ്ടിയല്ല, പ്രതികാരം ചെയ്യുവാൻ വേണ്ടിയല്ല നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. ചതിക്കുന്നവനെ ചതിക്കാൻ വേണ്ടിയല്ല, വഞ്ചിക്കാൻ വേണ്ടിയല്ല. അല്ല, അവൻ ചതിച്ചപ്പോൾ പോലും യേശുവിൻ്റെ സ്വഭാവം പുറപ്പെടുവിക്കുക. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഈ നിലവാരത്തിൽ നിങ്ങൾ ആയിരിക്കുകയാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല, ആർക്കും കഴിയത്തില്ല. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം ഇത് കേൾക്കുമ്പോൾ എല്ലാം പരാജയപ്പെട്ടതുപോലെയുള്ളതാണല്ലോ എന്ന് ചിന്തിക്കും. ഒരുത്തൻ ചതിക്കാൻ വരുന്നുണ്ടെങ്കിൽ അപ്പോഴും അവനെ അനുഗ്രഹിക്കുകയാണ്. കേൾക്കുന്നുണ്ടെ ചിന്തിക്കും അത് പരാജയപ്പെടുന്ന ഒരു സമീപനമല്ലേ. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു. ഇതെന്തൊരു സ്വഭാവമാണ്. ഇതുകൊണ്ട് ഒരാൾക്ക് ഈ ഭൂമിയിൽ ജയാളിയായി തീരാൻ കഴിയുമോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെയുള്ളവർ മാത്രമേ ജയാളികളായി തീരത്തുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം പുറപ്പെടുവിക്കുന്നവർ മാത്രമേ വിജയികളായി തീരത്തുള്ളൂ. അവർ മാത്രമേ വിക്ടോറിയസ് ആയി തീരത്തുള്ളൂ.